രാഷ്ട്രീയം ചിലപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് സിനിമ പോലെയാണ്. പക്ഷേ ഇവിടെ കഥാപാത്രങ്ങൾക്കും മണ്ഡലത്തിനും മാറ്റമില്ല. മാറുന്നത് വോട്ടറുടെ മനസ്സും രാഷ്ട്രീയ സാഹചര്യങ്ങളും മാത്രം. 2021 അതേ പോരാളികൾ അതേ ഗോതയിൽ വീണ്ടും ഏറ്റുമുട്ടുന്നു. ഇതൊരു തിരുത്തൽ പ്രക്രിയയാണോ അതോ ശരിവെക്കലോ? 5 വർഷം മുൻപ് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കരുതുന്ന വോട്ടർമാർക്ക് അത് തിരുത്താൻ ഒരു അവസരം. അതല്ല, പഴയ തീരുമാനം ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ മറ്റൊരു 5 വർഷം. കേരളത്തിലെ 16 മണ്ഡലങ്ങളിൽ നടക്കുന്നത് കേവലം ഒരു പോരാട്ടമല്ല, മറിച്ച് വിധിയുടെ പുനർവായനയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതേ എതിരാളികൾ വീണ്ടും കൊമ്പുകോർക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് നോക്കി വരാം. നമുക്ക് വടക്ക് നിന്ന് തുടങ്ങാം. കാസർകോട്ടെ മഞ്ചേശ്വരത്ത് പോരാട്ടം പഴയപടി തന്നെ. 2021 UDF-ന് വേണ്ടി മുസ്ലിം ലീഗ് നേതാവ് AKM അഷ്റഫും NDAക്ക് വേണ്ടി BJP നേതാവ് K സുരേന്ദ്രനുമാണ് കളത്തിലിറങ്ങിയത്. 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഷ്റഫ് ജയിച്ചപ്പോൾ സുരേന്ദ്രൻ രണ്ടാമതായി. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയും കോഴിക്കോട്ടെ ആവേശപ്പോരാട്ടം നടന്ന കുറ്റ്യാടിയും വീണ്ടും അതേ മുഖങ്ങളെയാണ് വരവേൽക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ തവണ LDF-നായി MS വിശ്വനാഥനും UDF-നായി IC ബാലകൃഷ്ണനുമാണ് മത്സരിച്ചത്. വിജയം ബാലകൃഷ്ണനൊപ്പം നിന്നു. 11,832 വോട്ടിനാണ് ജയം. ഇക്കുറിയും ഇവർ തന്നെയാണ് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കുറ്റ്യാടിയിൽ LDF-ന് വേണ്ടി CPI നേതാവ് KP മുഹമ്മദ് കുട്ടിയും മുസ്ലിം ലീഗിനായി പാറക്കൽ അബ്ദുള്ളയുമാണ് മത്സരിച്ചത്. 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് കുട്ടി വിജയിച്ചു. ഇരുവരും വീണ്ടും ജനവിധി തേടുകയാണ്. പാലക്കാട് രാഷ്ട്രീയത്തിലെ തീപ്പൊരി മണ്ഡലങ്ങളായ തൃത്താലയും മലമ്പുഴയും ഇത്തവണയും വ്യത്യസ്തമല്ല. തൃത്താലയിലെ ആ വാശിയേറിയ പോരാട്ടം നമ്മൾ മറന്നിട്ടില്ലല്ലോ. CPM-ലെ MP രാജേഷും കോൺഗ്രസിന്റെ VT ബലറാമും ഏറ്റുമുട്ടിയപ്പോൾ സംസ്ഥാനത്തിന്റെ ആകെ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് തൃത്താല. 3016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജേഷ് ജയിച്ച് സ്പീക്കറും മന്ത്രിയുമായത്. ഇത്തവണയും രാജേഷും ബലറാമും തന്നെയാണ് തൃത്താലയിൽ ജനവിധി തേടുന്നത്. മലമ്പുഴയിൽ LDF-ന് വേണ്ടി CPM-ലെ A പ്രഭാകരനും NDAക്കായി BJP-യുടെ C കൃഷ്ണകുമാറുമായിരുന്നു മത്സരരംഗത്ത്. 25,734 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രഭാകരൻ ജയിച്ചു. ഇത്തവണയും ഇരുവരും തന്നെയാണ് മത്സരരംഗത്ത്. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ തവണ CPM-ന്റെ R ബിന്ദുവും കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടനും തമ്മിലായിരുന്നു മത്സരം. 5,949 വോട്ടിന് ബിന്ദു ജയിച്ചു, മന്ത്രിയുമായി. ഇക്കുറിയും ഇവർ തന്നെയാണ് കളത്തിൽ. 2021 സംസ്ഥാനത്തിന് ശ്രദ്ധ നേടിയ മറ്റൊരു മണ്ഡലം എറണാകുളത്തെ കളമശ്ശേരിയായിരുന്നു. LDF-നായി CPM-ന്റെ P രാജീവും UDF-നായി മുസ്ലിം ലീഗിന്റെ V അബ്ദുൽ ഗഫൂറും മത്സരിച്ചപ്പോൾ 15,336 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജീവ് ജയിച്ചത്. ഇത്തവണയും ഇവർ ഏറ്റുമുട്ടുകയാണ്. കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ തവണ CPM-ന്റെ PV ശ്രീനിജനും കോൺഗ്രസിന്റെ VP സജീന്ദ്രനും തമ്മിലായിരുന്നു മത്സരം. 2,715 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീനിജൻ വിജയിച്ചു. ഇരുവരും വീണ്ടും വോട്ട് തേടുകയാണ്. കോതമംഗലത്ത് 2021 CPM-ന്റെ ആന്റണി ജോണും കേരള കോൺഗ്രസിന്റെ ഷിബു തെക്കുംപുറവും തമ്മിലായിരുന്നു മത്സരം. 6,605 വോട്ടിനാണ് ആന്റണി ജോൺ ജയിച്ചത്. ഇക്കുറിയും ഇവർ തന്നെയാണ് ജനമനസ്സറിയാൻ എത്തിയിരിക്കുന്നത്. തെക്കോട്ട് വരുമ്പോൾ ചിത്രം കൂടുതൽ കടുപ്പമാകുന്നു. കേരളം ഉറ്റുനോക്കുന്ന പാല, അവിടെ പോരാളികൾക്ക് മാറ്റമില്ല. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയും മാണി സി കാപ്പനും മത്സരിച്ചപ്പോൾ 15,378 വോട്ടിന് വിജയം കാപ്പനൊപ്പമായിരുന്നു. ഇത്തവണയും LDF UDF സ്ഥാനാർത്ഥികളെ ഇവർ തന്നെയാണ് മത്സരിക്കുന്നത്. കോട്ടയത്ത് CPM-ന്റെ K അനിൽകുമാറും കോൺഗ്രസിലെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂരുമായിരുന്നു മത്സരരംഗത്ത്. 18,743 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരുവഞ്ചൂർ വിജയിച്ചു. പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ LDF-നായി കേരള കോൺഗ്രസ് M-ന്റെ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ വിജയിച്ചപ്പോൾ കേരള ജനപക്ഷം സെക്യുലർ നേതാവ് PC ജോർജ് ആയിരുന്നു രണ്ടാമത്. ഇക്കുറിയും സെബാസ്റ്റ്യൻ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. എന്നാൽ PC ജോർജ് കളത്തിലിറങ്ങുന്നത് BJP സ്ഥാനാർത്ഥിയായാണ്. അരൂരിലും 2021 ആവർത്തനം തന്നെയാണ് ഇത്തവണയും. LDF-ന് വേണ്ടി CPM-ന്റെ ദലീമിയയും UDF-നായി കോൺഗ്രസിന്റെ ഷാനിമുൽ ഉസ്മാനും ഏറ്റുമുട്ടും. കഴിഞ്ഞ തവണ 7,013 വോട്ടിനായിരുന്നു ദലീമിയുടെ വിജയം. ചവറയിൽ LDF സ്വതന്ത്രനായി സുജിത് വിജയൻപിള്ളയും RSPയുടെ ഷിബി ബേബി ജോണും അന്ന് ഏറ്റുമുട്ടിയപ്പോൾ 1,096 വോട്ടിന് സുജിത് വിജയിച്ചു. ഇക്കുറിയും ഇരുവരും വോട്ട് തേടിയെത്തുന്നുണ്ട്. പത്തനാപുരത്ത് കഴിഞ്ഞ തവണ LDF-നായി KB ഗണേഷ് കുമാറും UDF-നായി ജ്യോതികുമാർ ചാമക്കലയുമായിരുന്നു സ്ഥാനാർത്ഥികൾ. 14,336 വോട്ടിന് ഗണേഷ് ജയിച്ച മണ്ഡലത്തിൽ ഇരുവരും വീണ്ടും വോട്ട് തേടുന്നു. ചടയമംഗലത്ത് CPI-യുടെ J ചിഞ്ചുറാണിയും NM നസീറും തമ്മിലാണ് പോരാട്ടം. കഴിഞ്ഞ തവണ 13,678 വോട്ടിനായിരുന്നു ചിഞ്ചുറാണിയുടെ വിജയം. ജയിച്ചവർക്ക് തങ്ങളുടെ ഭരണം മികച്ചതായിരുന്നു എന്ന് തെളിയിക്കാനുള്ള പരീക്ഷയാണിത്. തോറ്റവർക്കാകട്ടെ ജനങ്ങൾ തങ്ങളെ കൈവിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള അഗ്നിപരീക്ഷയും. ഒരേ മുഖങ്ങൾ വീണ്ടും വരുമ്പോൾ ജനപ്രതിനിധിയുടെ പ്രവർത്തന മികവും വ്യക്തിബന്ധങ്ങളും ഇഴകേറി പരിശോധിക്കപ്പെടും. പഴയ തെറ്റ് തിരുത്തുമോ അതോ പഴയ ശരി തുടരുമോ? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ 16 മണ്ഡലങ്ങൾ നിർണായകമാകും. വോട്ടർമാർ നൽകുന്ന വിധി കാത്തിരുന്ന് കാണാം.